Flavours of AB Kitchen. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനാണെങ്കിൽ അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് തുളസി എടുത്തിട്ടുണ്ട്, പനിക്കുറുക്ക ഇല, പിന്നെ കുറച്ച് ചെറിയുള്ളി, കുരുമുളക്, ചെറിയ ജീരകം എപ്പോഴും കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മതി. പിന്നെ വേണ്ടത് ചുക്കില്ലേലും കുഴപ്പമൊന്നുമില്ല, ഇഞ്ചി ഇട്ടാലും മതി. പിന്നെ വേണ്ടത് കരിപ്പോട്ടി വെള്ളം, അല്ലെങ്കിൽ ശർക്കര വെള്ളം ആയാലും മതി. അത് രണ്ടും കിട്ടിയില്ലെങ്കിൽ പനങ്കൽക്കണ്ടം പൊടിച്ച് ചേർത്താലും മതി. മധുരത്തിന് വേണ്ടിയാണ് കേട്ടോ, പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ കൊറോണയുടെ കാലത്തൊക്കെ പനിയൊന്നും വരാതിരിക്കാനായിട്ട് ഇതൊക്കെ ഇടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ജീരകവും കുരുമുളകും ചുക്കും ചെറിയുള്ളിയും നമുക്ക് ചതച്ചെടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്ലാസ്സാണോ ആവശ്യം അതനുസരിച്ച് വെള്ളം വെക്കാം. അപ്പോൾ സാധനങ്ങളും കുറച്ച് കൂട്ടിക്കൊടുത്താൽ മതി. നന്നായി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇലകളും എല്ലാം ചേർത്ത് കൊടുക്കാം. തുളസിയില കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നന്നായി തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങട്ടെ. ആടലോടകത്തിൻ്റെ ഇലയുണ്ടെങ്കിൽ അത് 2 എണ്ണം ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷെ എനിക്കത് കിട്ടിയില്ല. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ കരിപ്പോട്ടി വെള്ളമോ അല്ലെങ്കിൽ ശർക്കര വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പനങ്കൽക്കണ്ടം മിക്സിയിൽ നന്നായി പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ആവശ്യത്തിന് മധുരം ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. കാപ്പിപ്പൊടി വേണ്ടവർക്ക് കാപ്പിപ്പൊടി അല്പം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാപ്പിപ്പൊടിയൊന്നും ചേർക്കാറില്ല. കുറച്ചും കൂടെ ഒന്ന് തിളച്ച് നന്നായി വറ്റി വരണം. ഒരു 1/2 ഗ്ലാസ്സെങ്കിലും വറ്റട്ടെ. 2 ഗ്ലാസ് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചത്, ഒരു 1/2 ഗ്ലാസോളം വറ്റി വരട്ടെ. എന്നാലേ അതിൻ്റെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. എന്നിട്ട് ചെറു ചൂടോടുകൂടി നമുക്കെല്ലാം കുടിക്കാം. ഇത് നല്ലതാണ്, പനിക്കൊക്കെ നല്ലതാണ്. പനിക്കുറുക്ക ഇല, തുളസി ഇല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, എല്ലാം നല്ല ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. പിന്നെ ചെറു ചൂടോടെ കുടിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്കും ഒരു ആശ്വാസം കിട്ടും. ഇത് ട്രൈ ചെയ്ത് നോക്കുക. 1/2 ഗ്ലാസോളം ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അരിച്ചെടുത്ത് ചെറു ചൂടോടുകൂടി കുടിക്കാം.